നമ്മുടെ നാട്ടിൽ നുണകൾ വളരെ വേഗം പ്രചരിക്കും. സത്യം ചെരുപ്പിട്ട് വരുമ്പോൾ നുണ പൊളിഞ്ഞു വീഴുക തന്നെ ചെയ്യണം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് മുൻവശത്തും തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലും നടന്നത് നേരിൽ കാണണം നിങ്ങൾ. വണ്ടി ഞാൻ ഇവിടെ പാർക്ക് ചെയ്തിട്ടില്ല. അവര് ബസ്സിൽ ഇറങ്ങി ഇവിടെ വരുന്ന ദൂരെ ഞാൻ ഇരുന്നുള്ളൂ. അപ്പൊ സാറിന് ഇവിടെ പാർക്ക് ചെയ്ത് ശരിയായില്ല, സ്റ്റേഷൻ കൊണ്ട് ഇപ്പൊ ഫൈൻ അടക്കണമെന്ന്. അതാണ് സാറ് പറയുന്നത്. നുണകൾ നിങ്ങൾ നേരത്തെ കേട്ടിരിക്കാം, കണ്ടിരിക്കാം. ഇതാ സത്യം കൂടി അറിയൂ. ഇന്നലെ ഒരു ദിവസം മുഴുവൻ സോഷ്യൽ മീഡിയയിൽ പോലീസുകാരുടെ ക്രൂരത എന്ന് പറഞ്ഞു നടന്ന സംഭവത്തിന്റെ യഥാർത്ഥ ചിത്രം. ഒരിടത്തും ഒരു കാരണവശാലും പാർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുന്നു. തമ്പാനൂർ ബസ് സ്റ്റാൻഡ് നേരെ മുൻവശത്ത് വണ്ടി വഴി ബ്ലോക്കായപ്പോൾ ഒരു പോലീസുകാരൻ വന്ന് അയാളോട് മാന്യമായി പറയുന്നു വണ്ടി എടുത്തു മാറ്റാൻ. എന്നിട്ട് പുള്ളി അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. സമയം ഒരുപാട് കഴിയുന്നു, അയാൾ അനങ്ങുന്ന മട്ടില്ല. എന്നിട്ട് വീണ്ടും അയാൾ ഡോറിലൂടെ അകത്തോട്ട് പോയി നിന്ന് അയാളുടെ വണ്ടി മാറ്റാൻ പറയുന്നു. നിങ്ങൾ മാറ്റൂ, അച്ഛനും അമ്മയൊക്കെ വരും, അവരെ കയറ്റാം എന്ന് പറഞ്ഞ് മാറ്റാൻ പറയുന്നു. എന്നിട്ടും അയാൾക്ക് യാതൊരു ഭാവവുമില്ല. അവസാനം വീണ്ടും ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു, നിങ്ങൾ വണ്ടി മാറ്റുന്ന. ആര് കേൾക്കാൻ? അവസാനം ആ പോലീസുകാരന് ഗതികെട്ടാണ് ആ പോലീസുകാരൻ ആ വണ്ടിക്കുള്ളിലേക്ക് കയറുകയും വാഹനം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് പറയുന്നത്. നമുക്കത് നേരിൽ കാണാവുന്നതാണ്. ഇത്രയും തെണ്ടിത്തരം കാണിച്ചിട്ട് സോഷ്യൽ മീഡിയ കയറി കിടന്ന ആളായ അവനെ, ആ മനുഷ്യമൃഗത്തെ എന്ത് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുക. ഇവൻ്റെ ചാനൽ ഒരു കാരണവശാലും എടുക്കുക, അത് ബ്ലോക്ക് ചെയ്യുക. വളരെ ക്ഷമാപൂർവം ആ പ്രശ്നത്തിൽ ഇടപെട്ട ആ പോലീസ് ഉദ്യോഗസ്ഥന് ഒരു ബിഗ് സല്യൂട്ട്. ഒപ്പം കേരള പോലീസിനും പിണറായിയുടെ പോലീസിനും ഒരു സല്യൂട്ട്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.